ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞത് നമ്മുടെ പവിത്രക്കിട്ടൊരു മുട്ടം പണി തന്നെയാണ് കനകമ്മ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കനകമ്മ ആ ഒരു അയൺ ബോക്സ് മറച്ചു വെച്ച് ആ ഒരു സാരി കത്തിച്ചു. എന്നിട്ട് അവിടെ നമ്മുടെ പിങ്കിനെയും പവിത്രേനെയും തമ്മിൽ തെറ്റിച്ച് അവിടെ അടി ഉണ്ടാക്കണം. അതാണ് പുള്ളിക്കാരിയുടെ ലക്ഷ്യം. അത് നടക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പിങ്കി ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പവിത്രയാണെങ്കിൽ ഓക്കെ, ഇനി ഞാൻ പിങ്കി ചേച്ചി പറയുന്ന പണിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു. അപ്പോഴേക്കും കനകമ്മ പറഞ്ഞു, അത് പിന്നെ അവൾക്ക് ഇനിയിപ്പം പണി ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞു പറയുന്ന പണിയൊന്നും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇനി അവളോട് പണി ചെയ്യാൻ പറയാനും പാടില്ല. അതുകൊണ്ട് അവളുടെ അടവാ മോളെ, ഇനിതേ മോള് സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തോണം. ഇവിടെ ഉള്ളവർ മുഴുവൻ മോളുടെ ശത്രുക്കളാ. മോള് വിചാരിക്കുന്നത് പോലെ മോളുടെ മിത്രങ്ങളല്ല ഇവിടെ ഉള്ളത്, മുഴുവൻ ശത്രുക്കൾ തന്നെയാ. പിന്നെ ഞാൻ പറയുമ്പോൾ ഒരു പരദൂഷണമാണെന്നോ ഏഷണിയാണെന്നോ ഒക്കെ മോക്ക് തോന്നുമായിരിക്കും. മോൾ ഈ കുടുംബത്തിനോട് എന്തുമാത്രം ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും കുഞ്ഞിനോട് ആ ആത്മാർത്ഥത കാണിക്കുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മോളുടെ സ്ഥാനം പതിയെ പതിയെ ഈ വീടിന് വെളിയിലാകും. എനിക്കും കഥകളെല്ലാം അറിയാവുന്നതാണല്ലോ. കഥകളൊക്കെ അറിയാവുന്നത് കൊണ്ടേ ഇനിയിപ്പം ആ കുഞ്ഞിനെ വളർത്താനേ മോളുടെ ആവശ്യമില്ലെന്ന് കണ്ടു കഴിഞ്ഞാലേ ഈ കൂട്ടങ്ങളെല്ലാം മോളെ ഈ ഇന്ദീവരം തറവാട്ടിൽ നിന്ന് വെളിയിലാക്കും. അതിനു മുമ്പേ മോള് ഞാൻ പറയുന്നത് പോലെ നീങ്ങുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനെയും ഒരു പാഠം പഠിപ്പിക്കാം. പ്രത്യേകിച്ച് പവിത്രേനെയും മോഹിനി രണ്ടും കൂടെ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് മോക്കറിയില്ല. മോള് പോകാതിരിക്കാൻ വേണ്ടിയുള്ള അവരുടെ അടവായിരുന്നു പല കാര്യങ്ങളും. സുമംഗലേനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാ എന്നൊക്കെ ഇങ്ങനെ പരദൂഷണം ഇങ്ങനെ കേൾപ്പിക്കാൻ കേട്ടോ. ഇതൊക്കെ സ്വാഭാവികമായിട്ടും കുറെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കും തോന്നൂലോ, ശരിയാണല്ലോ, കനകമ്മ പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്ന്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ പിങ്കിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും പിങ്കി മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിങ്കിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. പിങ്കിക്ക് ആകെ കൈവിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. ഇപ്പം ഗൗതമാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അതായത് നമ്മുടെ പിങ്കി ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ലക്ഷ്മി വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മോളെ എന്ത് പറ്റി പിങ്കി, നീ പോകാൻ വേണ്ടി റെഡി ആയതാണല്ലോ, നീ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എങ്ങനെ പോകാനാ, അല്ല മോക്ക് എന്താ പറ്റിയത്, മോളുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു സങ്കടം പോലെ തോന്നുന്നു. മോൾക്ക് മറ്റേ കാര്യം ഇതുവരെ വിട്ടില്ലേ, ഗൗതം എന്തെങ്കിലും അത്യാവശ്യം ആയതുകൊണ്ടായിരിക്കുമല്ലോ ഫോൺ എടുക്കാത്തത്, അല്ലെങ്കിൽ അവൻ ഫോൺ എടുത്തേനെ. മോൾ ആ കാര്യം വീട്, അവരുടനെ തന്നെ ഇങ്ങോട്ട് എത്തുമായിരിക്കും. ഇനിയിപ്പോൾ ആ ഡോക്ടറിനെ കണ്ടോ, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഡോക്ടറിനെ കാണാൻ പോകുമോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് മോള് വിഷമിക്കുകയൊന്നും വേണ്ട. മോളിപ്പോൾ ഒരു കാര്യം ചെയ്യുക, മോള് സുമംഗലയുടെ അടുത്ത് പോകാൻ വേണ്ടി ഒരുങ്ങിയതല്ലേ, മോൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുന്ന പറയാം. അപ്പം നമ്മുടെ പിങ്കി രണ്ടും കെട്ടൊരു അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ പോണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഏതായാലും പിങ്കിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവർക്ക് എന്തോ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ തന്ത്രങ്ങളും പ്ലാനുകളും പദ്ധതികളും ഒക്കെ സ്വരുക്കൂട്ടാനുണ്ടെന്ന് നമ്മുടെ കനകമ്മ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കനകമ്മ പറഞ്ഞത് പ്രകാരം പിങ്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമോ എന്നൊക്കെ ഒരു ചെറിയ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്കിക്ക് പോകാനൊട്ട് താല്പര്യവുമില്ല. അപ്പോൾ ഇതേ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൗൺസിലർ ഉണ്ടല്ലോ, നമ്മുടെ നന്ദയുടെ ശത്രു, പുതിയ ശത്രു. അപ്പം കൗൺസിലറിന്റെ മകന് ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ കൗൺസിലർ ആണെങ്കിൽ നമ്മുടെ നന്ദേനെ വിടാതെ പിന്തുടരുകയാണ്. അങ്ങനെ നന്ദയോട് പറയുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട്, നീയും നിന്റെ കുഞ്ഞും സമാധാനത്തോടു കൂടി ജീവിക്കില്ലടി, നീയും നിന്റെ കുഞ്ഞും സമാധാനം ഒരിക്കലും അറിയില്ല. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, നീ ഇപ്പം അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ, ആ വേദന നീ ഇനി മുഴുവനും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നോക്കിക്കോ, ഇഞ്ചിഞ്ചായിട്ട് ആദ്യം നിന്നെ ഞാൻ തീർക്കും, അത് കഴിഞ്ഞിട്ടേ നിന്റെ കുഞ്ഞിനെയും തീർക്കൂടി. എനിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ എത്രയൊക്കെയാണോ ആ നഷ്ടങ്ങളൊക്കെ ഞാൻ നിനക്കും വരുത്തി വെക്കും. നോക്കിക്കോ, നീ കാരണമാടി ഞാൻ ഈ അവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ഞാൻ ജീവിക്കുന്നത് തന്നെ നിന്റെ തല കൊയ്യാൻ വേണ്ടിയായിരിക്കും, നിന്റെ കണ്ണ് ചുഴുതെടുക്കാൻ വേണ്ടിയായിരിക്കും, നീ സംസാരിക്കുന്നത് നിന്റെ നാക്ക് വെട്ടിക്കീറാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ഓരോന്നോരോന്നായി ജീവനോടെ ഞാൻ നിന്നെ കൊല്ലൂടി എന്നൊക്കെ പറയാണ്. അപ്പം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ നന്ദയ്ക്ക് വല്ലാതെ അങ്ങ് ഡിപ്രഷനിലായി പോവാണ്. പ്രത്യേകിച്ച് നന്ദയ്ക്ക് ഇപ്പോൾ ഒന്നാമത് നന്ദയ്ക്ക് വയ്യ. അറിയാലോ, നമ്മുടെ നന്ദ ഗൗതമിന്റെ കാര്യം ആലോചിച്ചും ഗൗരിയുടെ കാര്യം ആലോചിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അന്തവും കുന്തവും ഇല്ലാതെ നടക്കുമ്പോഴാണ് ഈ വക സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ നിർമ്മൽ മാത്രമാണ് സഹായത്തിനുള്ളത്. അങ്ങനെ നിർമ്മലിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ.
അതായത് ഈ കൗൺസിലർ ഇങ്ങനെ വിളിച്ചെന്നും കൗൺസിലർ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഏതായാലും നമ്മുടെ നിർമ്മല പറയുന്നുണ്ട്, സൂക്ഷിച്ചോണം, എന്തൊക്കെ പറഞ്ഞാലും നന്ദ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ആ സ്ത്രീ അങ്ങനെ വിട്ടുകളയുന്നത് ശരിയൊന്നുമല്ല. ആ സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ചും കണ്ടും വേണം എല്ലാ കാര്യവും ചെയ്യാൻ. അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മുടെ ഗൗതം പുറത്തേക്ക് ഇറങ്ങിയത്. അതായത് ഗൗതം അവിടെ തന്നെ ഉണ്ടല്ലോ, ശാന്തിപുരത്ത് തന്നെ നമ്മുടെ ഗൗതമുണ്ട്. അപ്പം കുഞ്ഞു റൂമിലാണ്. അപ്പം അങ്ങനെ നമ്മുടെ ആരെയാ, നന്ദു, ഈ പേരങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകട്ടെ. അപ്പം നന്ദുവിനെ ഇങ്ങനെ അകത്താക്കിയിട്ട് നന്ദു വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നന്ദു വാശി പിടിച്ചിരിക്കുകയാണ്. ഞാൻ പപ്പയുടെ കൂടെ എങ്ങും വരില്ല, എനിക്ക് ഇപ്പം വീട്ടിൽ പോയാൽ മാത്രം മതി, ഞാൻ പപ്പയുടെ കൂടെ വരില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നമ്മുടെ ഗൗതമിൻ്റെ കൂടെ ചെന്നില്ല. അപ്പം ഗൗതം എന്തോ മേടിക്കാൻ വേണ്ടി പുറത്ത് പോയ ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് കുറച്ച് ആൾക്കാർ ചേർന്ന് നമ്മുടെ ഗൗതമിനെ ആക്രമിക്കാൻ വരുന്നത്. വെറും ആക്രമണമല്ല, അവിടെ നമ്മുടെ ഗൗതമിന് നല്ലതായിട്ട് പരിക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ പരിക്ക് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെല്ലാം കൂടെ കുത്തിയിട്ട് പോകുക അങ്ങാണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ കൗൺസിലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൗൺസിലർ ആയേക്കാം. പക്ഷേ നമ്മുടെ ഈ ഒരു ഗൗതമിന് ഈ കുത്ത് കിട്ടുന്ന സംഭവം, ആ ഒരു കുത്ത് കിട്ടുന്ന ആ ഒരു സമയത്ത് അവിടെ നമ്മുടെ നന്ദ വരികയാണ്. അപ്പം നന്ദ യാദർച്ഛികമായിട്ട് അതിലെ വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. കുറേ പേര് കൂടി നമ്മുടെ ഗൗതമിനെ കയറി ആക്രമിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഒന്നത് പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും ഒക്കെ ശത്രുക്കൾ കാണുമായിരിക്കാം. അതോ ഇനി കൗൺസിലർ വിട്ടതാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുത്തു കിട്ടുന്നു. അപ്പം അവിടെ നമ്മുടെ നന്ദയാണുള്ളത്. അങ്ങനെ നന്ദ ഓടി വരുന്നു. നന്ദ ഓടി വന്ന് പെട്ടെന്ന് തന്നെ അവിടെ ആൾക്കാരൊക്കെ തടിച്ചു കൂടുകയാണ്. ആൾക്കാരൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നന്ദ വർക്ക് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ഗൗതമിനെയും കൊണ്ട് പോവുകയും അവിടെ ചെന്നിട്ട് നമ്മുടെ ഗൗതമിന്റെ ബോധം ആ ഒരു സമയത്ത് സത്യത്തിൽ നഷ്ടപ്പെട്ടു. ആ ഒരു സമയത്തിലാണ് നമ്മുടെ നന്ദ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ നമ്മുടെ നന്ദയ്ക്കാണെങ്കിൽ ഇതിന് താല്പര്യം ഇല്ല താനും. എങ്കിലും സ്വന്തം ഭർത്താവാണല്ലോ, ഗൗതമിനോട് സ്നേഹക്കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ തൻ്റെ ഭർത്താവാണല്ലോ, ആ ഒരു പരിഗണന നമ്മുടെ നന്ദയ്ക്ക് ഉണ്ടല്ലോ, എപ്പോഴും മനസ്സിലുണ്ട്. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നുള്ളൊരു ചിന്തയുണ്ട്. ഏതായാലും എന്താണെന്നറിയില്ല, ദൈവത്തിൻ്റെ വിധി തന്നെ ആയിരിക്കാം. ചിലപ്പം ഇവർ തമ്മിൽ ഒന്നിക്കുവാൻ വേണ്ടിയോ എന്തെങ്കിലും വിധി ആയിരിക്കാം. അങ്ങനെ നമ്മുടെ നന്ദ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. നന്ദ ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്നു. അങ്ങനെ ചെറിയൊരു ഒത്തിരി വലിയൊരു മുറിവും ആഴത്തിലൊന്നുമില്ല, ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ അവന്മാർ നമ്മുടെ നന്ദയൊക്കെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ അവന്മാർ ഇട്ടിട്ട് ഓടി, ഗൗതമിനെ ഇട്ടിട്ട് ഓടി. അതുകൊണ്ട് ഒത്തിരി വലിയ കാര്യമായിട്ടൊരു മുറിവുകളൊന്നുമില്ല. ഏതായാലും ഇതേ സമയത്ത് നമ്മുടെ സുമംഗലയുടെ അടുത്ത് പോകാതിരിക്കുകയാണ് കേട്ടോ പിങ്കി. അപ്പൊ പിങ്കിക്ക് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുന്നു, സ്വപ്നം പോലെ തോന്നുന്നു, എന്തൊക്കെയോ ആപത്തുകൾ വരാനിരിക്കുമെന്ന് പിങ്കിക്ക് തോന്നുന്നത് പോലെ തന്നെ ലക്ഷ്മിക്കും ഇതേ ഒരു സമയം, നമ്മുടെ ഗൗതമിന് ആ ഒരു പരിക്കേറ്റ സമയം തന്നെ നമ്മുടെ ലക്ഷ്മിക്കും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുകയാണ്. അപ്പോഴേക്കും പിങ്കിക്കാണെങ്കിൽ ഗൗതം വിളിച്ചിട്ട് ഫോണും കൊടുക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ പിങ്കിക്ക് ഒരു സമാധാനവും ഇല്ല. അങ്ങനെ പിങ്കി ലാസ്റ്റ് നമ്മുടെ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാകുന്നത്. ഏതായാലും പിങ്കി അവിടെ ചെല്ലുക തന്നെ ചെയ്യും. പിങ്കി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം കുറേ ഞാൻ പ്രമോയിൽ നിങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആവർത്തന വിരസത തോന്നിയേക്കാം. പിങ്കി അവിടെ ചെല്ലുന്നു, ഗൗതമിനെ കാണുന്നു. ഗൗതമിനെ കണ്ട ഉടനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കുമാണ് നന്ദ ആ റൂമിലേക്ക് കയറി വരുന്നതും നന്ദ ഈ കാഴ്ച കാണുന്നതും. പിന്നെ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുമോ? പിന്നെ നന്ദ അവിടെ നിൽക്കില്ല, അവിടുന്ന് നമ്മുടെ നന്ദ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെയാണ് വരാനിരിക്കുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എന്ത് സംഭവിക്കും, നമ്മുടെ കഥ തീരാൻ പോവുകയാണോ എന്നൊക്കെ ഒത്തിരി പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. കഥ തീരാൻ പോവുകയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹിന്ദി വേർഷനിലാണെങ്കിൽ ഈ കഥ ഒത്തിരി നാൾ ഓടുന്നുണ്ട് കേട്ടോ. ഇനിയും അധികം കുറേ ഉണ്ട് പോകാൻ കഥ. പക്ഷേ നമ്മുടെ മലയാളത്തിൽ ഇനി അറിയില്ല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ. കുറേ വ്യത്യാസങ്ങളൊക്കെ മലയാളത്തിൽ വരുന്നുള്ളത് കൊണ്ട് തന്നെ എത്രമാത്രം ഓടും എത്രമാത്രം പോകുന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാനും പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്. ഏതായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ഫുൾ വിശേഷവും പ്രമോ വിശേഷവുമാണ് നമ്മൾ ഇതിൽ ഇടുന്നത്. ഇനിയും തുടർന്ന് എല്ലാ ദിവസവും നമ്മൾ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതേപോലെ തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ മറ്റ് ചാനലുകൾക്ക് നിങ്ങൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നുണക്കഥ പറയാറില്ല. നമ്മൾ ഉള്ള കഥകൾ തന്നെയാണ് പറയുന്നത്.
ഇനിയിപ്പം അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നതിൽ അത് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്. ഇതുപോലെയൊക്കെ തന്നെയാണ് കഥ മുന്നോട്ടേക്ക് പോകുന്ന സീനുകളിലൊക്കെ അപ്കമിങ് വിശേഷങ്ങളിൽ മാറ്റം വന്നാലേ ഉള്ളൂ കേട്ടോ. അല്ലെ നമ്മൾ നുണയായിട്ടൊന്നും നിങ്ങളോട് വന്ന് പറയാറില്ല. പിന്നെ ഫുൾ വിശേഷത്തിൽ ഡയലോഗ് സഹിതം നമ്മൾ പറയുന്നുണ്ട്. അതിലും എന്താ പറയുക, ഡയലോഗ് സഹിതം അതേപടിയാണ് നമ്മൾ പറയാറുള്ളത്. ഇനിയിപ്പോൾ ഞാൻ എന്നെ വെളുപ്പിച്ച് കാണിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.